ദിനത്തിൽ ഉറക്കമുണർന്ന് വ്രതമനുഷ്ഠിച്ച് ഭഗവാനെ ആരാധിക്കുമ്പോൾ ഭഗവാന്റെ സമ്പൂർണ്ണ കൃപ ലഭിക്കുമെന്നും ആഗ്രഹിച്ച കാര്യം സഫലമാകുമെന്നുമാണ് വിശ്വാസം. വ്രതാനുഷ്ഠാനം നടത്തുന്നവർ ആദ്യ ദിവസം ഒരു നേരം ഭക്ഷണം കഴിച്ച് രാവിലെ ശിവരാത്രിയിൽ വ്രതമനുഷ്ഠിച്ച് കണ്ണുണർത്തി കുളിച്ച് ശിവനെ ധ്യാനിച്ച് 4 ജാമ പൂജകൾ ചെയ്യണം. പിറ്റേന്ന് രാവിലെ തീർത്ഥമാടി സ്വാമിയെ ദർശിച്ച് ഭൃത്യന്മാരോടൊപ്പം ഭക്ഷണം കഴിച്ച് വ്രതം പൂർത്തിയാക്കേണ്ടതുണ്ട്. ശിവരാത്രിയുടെ പിറ്റേന്ന് ശിവപുരാണം വായിച്ചുകൊണ്ടോ ശ്രവിച്ചുകൊണ്ടോ ചെലവഴിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ വികാരങ്ങൾ നിയന്ത്രിക്കുന്നത് എളുപ്പമാണെന്ന് കരുതപ്പെടുന്നു. ദിവസവും നാം അനുഭവിക്കുന്ന ഉറക്കം താമസഗുണത്തിന്റെ പ്രകടനമാണെന്നും ഉണർന്നിരിക്കുന്നതിലൂടെ ഗുണം നിയന്ത്രണത്തിലാകുമെന്നും പറയപ്പെടുന്നു. ഈ രീതിയിൽ ഭക്ഷണവും ഉറക്കവും നിയന്ത്രിക്കുന്നതിലൂടെ നാം സാധാരണ ഉണർവ്, അബോധാവസ്ഥ എന്നിവയെ മറികടന്ന് അവബോധത്തിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് മാറുന്നു. സാധാരണ ഉണർന്നിരിക്കുന്നതും ഉറങ്ങുന്നതുമായ അവസ്ഥകൾ ദൈവത്തെ സാക്ഷാത്കരിക്കുന്നതിനുള്ള തടസ്സങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത്. നാം എല്ലാ ദിവസവും ഉണർവിന്റെയും ഉറക്കത്തിന്റെയും അവസ്ഥകൾക്കിടയിൽ പോകുന്നു. ഉണർന്നിരിക്കുന്നതിന്റെ ഉയർന്ന അവസ്ഥയെക്കുറിച്ച് നാം ബോധവാന്മാരല്ല. ശിവരാത്രി ദിനത്തിൽ ഉറക്കം വർജിക്കുന്നത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതായി പറയപ്പെടുന്നു. ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഭഗവാനെ ആരാധിക്കുമ്പോൾ വികാരങ്ങൾ വെണ്ണ പോലെ ഉരുകി അവബോധത്തിന്റെ ഉയർന്ന അവസ്ഥയിലേക്ക് പോകാനുള്ള വഴിയൊരുക്കുകയാണ്. വ്രതമനുഷ്ഠിച്ച് ഭക്തിയോടെ ഉറക്കമുണർന്നിരിക്കുന്നത് നല്ലതാണെന്നാണ് സങ്കല്പം. അതിനായി തലേന്ന് ഒരിക്കലൂടെ വ്രതം ആരംഭിക്കാം. തലേന്ന് വൈകുന്നേരം അരി ആഹാരം പാടില്ല. ശിവരാത്രി നാളിൽ അതിരാവിലെ ഉണർന്ന് ശരീരശുദ്ധി വരുത്തി ഓം നമഃശിവായ ജപിച്ച് ഭസ്മധാരണം നടത്തിയ ശേഷം ശിവക്ഷേത്ര ദർശനം നടത്തുക. ശിവരാത്രി ദിനത്തിൽ പൂർണ്ണ ഉപവാസമാണ് അനുഷ്ഠിക്കേണ്ടത്. അതിന് സാധിക്കാത്തവർ ക്ഷേത്രത്തിൽ നിന്നുള്ള നെയ്തിമോ കരിക്കിൻ വെള്ളമോ പഴമോ കഴിക്കാവുന്നതാണ്. അന്നേ ദിവസം ശിവപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് ദാനം. അന്നദാനമാണെങ്കിൽ അത്യുത്തമം. ഭഗവാന്റെ പ്രിയവൃക്ഷമായ കൂവളം നനയ്ക്കുന്നതും ഭക്തിപൂർവ്വം പരിപാലിക്കുന്നതും ശിവപ്രീതികരമാണ്. രാത്രി പൂർണ്ണമായി ഉറക്കമിളച്ചു വേണം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാൻ. പിറ്റേന്ന് കുളിച്ച് ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ച് പാരണ വിടാവുന്നതാണ്. മഹാശിവരാത്രി ദിനത്തിൽ വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ പുരുഷന്മാർ ശയന പ്രദക്ഷിണം നടത്തുകയും സ്ത്രീകൾ അടിവെച്ചുള്ള പ്രദക്ഷിണം ചെയ്ത് ഭഗവാനെ നമസ്കരിക്കുന്നതും നന്ന്. ശിവരാത്രി ദിനത്തിൽ ഭക്തിപൂർവ്വം ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ നമ്മൾ അറിയാതെ ചെയ്ത പാപങ്ങൾ പോലും നശിക്കുമെന്നാണ് വിശ്വാസം. അന്നേ ദിവസം ബലിതർപ്പണം നടത്തിയാൽ പിതൃക്കളുടെ അനുഗ്രഹവും ലഭിക്കുന്നതാണ്.